എല്ലാവരുടെയും വീടുകളിൽ ചോറ് ബാക്കി വരാറില്ലേ? അപ്പോൾ ബാക്കി വരുന്ന ചോറോട് നമ്മൾ എന്താ ചെയ്യുക? സാധാരണ എപ്പോഴും എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അത് അടുത്ത ദിവസം വീണ്ടും ഉപയോഗിക്കുക, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ഒരു ദോശ ഉണ്ടാക്കാം ആ ചോറുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് എന്നും തലവേദനയാണ്, ഇത് എന്താ ചെയ്യുക, എല്ലാ ദിവസവും ബാക്കി വരുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ബാക്കി വരുന്ന ചോറുണ്ട്. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾ കറിയുടെ കൂടെയും ചമ്മന്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചട്നിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും കഴിക്കാവുന്ന റെസിപ്പിയാണ്. നമ്മൾ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈകിട്ട് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നറായിട്ട് ചപ്പാത്തിക്ക് പകരം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അങ്ങനെ ആ ചോറ് വേസ്റ്റ് ആയി പോവാതിരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് തൈര്, അവില്, ഗോതമ്പ് പൊടി, ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പും വെള്ളവുമാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചോറിനുള്ള അളവാണ് എല്ലാം പറയുന്നത്. 1/2 കപ്പ് അവില്, 1/4 കപ്പ് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ പുളി അനുസരിച്ച് നമ്മൾ തൈരിന്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഞാനിപ്പോൾ 1/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അത് അധികം പുളി ഇല്ലാത്ത തൈരാണ്. അപ്പോൾ പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ നമ്മൾ അളവ് കുറച്ച് ചേർക്കുക, പുളി കുറവുള്ള തൈരാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി തൈര് ചേർക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 2 പിഞ്ചാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മുടെ ചോറ് ചേർക്കാം. ഇതിന്റെ കൂടെയാണ് നമ്മൾ അരിപ്പൊടി, ഇത് ഇടിയപ്പത്തിന്റെ പാകത്തിൽ വറുത്ത അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, അവില്, പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒട്ടും കൂടി പോരുത്, 2 പിഞ്ചേ പാടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കുക, അതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈര്, ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി അരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ദോശമാവ് ഈ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ അരച്ചിട്ട് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ തൈര് ചേർത്തതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അരച്ചെടുക്കുക, ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ഉടനെ തന്നെ ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഈ ദോശ നമുക്ക് നല്ലെണ്ണയിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം, ബട്ടറിൽ ചെയ്യാം, നെയ്യിൽ ചെയ്യാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഞാനിപ്പോൾ നല്ലെണ്ണയിലാണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. മട്ട അരിയുടെ ചോറാണ് നമ്മളിപ്പോൾ അരയ്ക്കാൻ എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ അവിലും ചേർത്തതുകൊണ്ട് ഈ ഒരു കളറേ നമ്മുടെ ദോശയ്ക്ക് വരുള്ളൂ. മറ്റേ നമ്മൾ വൈറ്റ് അവിലും വൈറ്റ് റൈസും ചേർക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറിലെ ദോശ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേറെ പാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി തുടങ്ങുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യമേ തന്നെ എണ്ണ ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണയിലും മൊരിഞ്ഞാലേ ഈ ദോശയ്ക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ ആദ്യമേ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലും ചെയ്യാം, നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം. നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദോശക്കല്ല് വളരെ ചെറുതാണ്. നമ്മുടെ കുട്ടി ദോശ ഉണ്ടാക്കാനുള്ള വലിപ്പമുള്ള ദോശക്കല്ലിന്. അപ്പോൾ വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്തത്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ദോശമാവ് മിക്സ് ചെയ്തത് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും ഒന്ന് ഇളക്കി എടുത്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഏത് വലിപ്പത്തിലുള്ള ദോശ വേണോ ആ വലിപ്പത്തിൽ അത്രയും മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റി നമുക്കിനി മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിലിരുന്ന് ദോശ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതൊക്കെ ബാച്ചിലേഴ്സിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കി ചോറും ബാക്കിയുണ്ട് വൈകിട്ടത്തേക്ക് എന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പൊടിയും അവലും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ അവല് ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അവല് ചേർക്കുമ്പോൾ ദോശയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഞാനപ്പോൾ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അവല് ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്, അവല് ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ അവല് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എണ്ണയുടെ ടേസ്റ്റ് കൂടുതൽ വരുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ടേസ്റ്റ് കൂടുതൽ വരും. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. വളരെ ഈസി അല്ലേ? ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ജോലിക്ക് പോയിട്ട് വന്നിട്ട് എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാം ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ദോശ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് ഞാനിപ്പോൾ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിമിലും താഴെയാണ്. ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ ഈ ദോശ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറിയൊരു വട്ട കിട്ടുള്ളൂ. ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത്രയും മൊരിയണ്ട എന്നുണ്ടെങ്കിൽ ഇത്രയും മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ ആ ദോശ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ദോശയും ചെയ്തെടുക്കാം. നമുക്കിനി നമ്മുടെ അടുത്ത ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ദോശ ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ദോശയുടെ അടിഭാഗം കൃത്യമായിട്ട് മുരിഞ്ഞു വരില്ല. അതുകൊണ്ടാണ് എണ്ണ സ്പ്രെഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതുപോലെ ദോശമാവ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ദോശ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡൊന്ന് പകുതി കുക്കായി വരുമ്പോൾ എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, തിരിച്ചിടുക, കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ദോശയുടെ പരിപാടി. അപ്പോൾ ഈ ഒരു ദോശ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിലും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിലും, ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനപ്പോൾ ഈ ദോശ മുഴുവൻ ഉണ്ടാക്കി തീർക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ചേർത്തതുകൊണ്ട് അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ പഴയ കൺസിസ്റ്റൻസിയിൽ തന്നെ വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഇരിക്കുന്തോറും തിക്കായി വരുന്നത് നമ്മൾ വറുത്ത അരിപ്പൊടി എടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഈ കാര്യം അപ്പോൾ പറയാൻ വിട്ടുപോയിരുന്നു. ഞാനിപ്പോൾ ഈ ദോശയുടെ കൂടെ വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ തട്ടുകടകളിൽ പോകുമ്പോൾ കിട്ടാറുള്ള ഒരു സവാള ചമ്മന്തിയില്ലേ, നമ്മുടെ സവാള കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അങ്ങനെ റെഡിയാക്കി എടുത്തതാണിത്. അപ്പോൾ ഇന്ന് ദോശയുടെ കൂടെ ഇതാണ് ചമ്മന്തി. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് അല്ലേ രണ്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇല്ലാത്ത ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ഐക്കണിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.